എങ്ങനെ ഓൺലൈനായി റേഷൻ കാർഡ് ആപ്ലിക്കേഷൻ കൊടുക്കാം. അതിനായിട്ട് സൈഡിൽ കാണുന്ന ക്ലിക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും, അതായത് സിവിൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ഒഫീഷ്യൽ പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും റേഷൻ കാർഡ് ആപ്ലിക്കേഷൻ ഫോംസ് എന്ന് പറയുന്ന ബട്ടൺ. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഇവിടെ ഓപ്പൺ ആയിട്ട് വരുന്നത്. റേഷൻ കാർഡ് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് 2 ഫോംസ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആദ്യം അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു സത്യവാങ്മൂലമാണ്. അതായത് വേറെ ഒന്നുമല്ല, നിങ്ങൾ വേറൊരു റേഷൻ കാർഡിൽ നിങ്ങളുടെ പേരോ മറ്റു കാര്യങ്ങളോ ഇല്ല എന്നുള്ള കാര്യം തെളിയിക്കാൻ വേണ്ടി നിങ്ങൾ സത്യവാങ്മൂലം നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ഫോം നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്തതിന് ശേഷം ഇത് മറ്റു കാര്യങ്ങൾ പ്രോപ്പറായ രീതിയിൽ പൂരിപ്പിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞ് രണ്ടാമത്തെ എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു അഡ്രസ്സിൽ തന്നെയാണ് താമസിക്കുന്നത് എന്ന് തെളിയിക്കാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ പഞ്ചായത്ത് പ്രതിനിധിയുടെ കയ്യിൽ നിന്നും ഈ ഒരു ഫോം ഫില്ല് ചെയ്ത് അവരുടെ സിഗ്നേച്ചറും അതുപോലെ തന്നെ സീലും മറ്റു കാര്യങ്ങളും വെച്ച് ഈ ഒരു ഫോം ഫില്ല് ചെയ്ത് എടുക്കേണ്ടതാണ്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വേണ്ട, അതായത് ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് റേഷൻ കാർഡിന് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് വേണ്ട ഡോക്യുമെന്റുകൾ എന്ന് പറയുന്നത് എല്ലാ അംഗങ്ങളുടെയും ആധാർ കാർഡിന്റെ കോപ്പി, അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ വേറെ ഒരു റേഷൻ കാർഡിൽ നിന്ന് നിങ്ങൾ പേര് വെട്ടി വരുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു റേഷൻ കാർഡിന്റെ ഡീറ്റെയിലും മറ്റു കാര്യങ്ങളും, അതുപോലെ തന്നെ കാർഡ് ഉടമയുടെ ഫോട്ടോയുമാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ട് വേണ്ട ഡോക്യുമെന്റുകൾ എന്ന് പറയുന്നത്. അതിനുശേഷം നിങ്ങൾ സിറ്റിസൺ ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരും. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അക്ഷയാണോ സിറ്റിസൺ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ സിറ്റിസൺ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും പുതിയ റേഷൻ കാർഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണോ എന്നുള്ളൊരു കാര്യം. അവിടെ നിങ്ങൾ എസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. അവിടെ നിങ്ങളുടെ താലൂക്ക് ഓഫീസ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഒരു യൂസർ ഐഡിയും പാസ്വേഡും അതുപോലെ തന്നെ നിങ്ങളുടെ പേര് നിങ്ങൾ പ്രോപ്പറായ രീതിയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ അവിടെ കൊടുത്ത ആ ഒരു പാസ്വേഡ് നിങ്ങൾ ഇവിടെ റീ എൻട്രി ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. റീ എൻട്രി ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ഐഡിയും അതുപോലെ തന്നെ ഫോൺ നമ്പർ നിങ്ങൾ പ്രോപ്പറായ രീതിയിൽ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും ഒരു ക്യാപ്ച നിങ്ങൾ അവിടെ റീ എൻട്രി ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു ക്യാപ്ച നിങ്ങൾ അവിടെ റീ എൻട്രി ചെയ്ത് കൊടുക്കുക. റീ എൻട്രി ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഇമെയിൽ ഐ ഡിയിലോട്ട് ഒരു വെരിഫിക്കേഷൻ ലിങ്ക് പോകുന്നതായിരിക്കും. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ ഒരു നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഓപ്പൺ ചെയ്ത് ആ ഒരു വെരിഫിക്കേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അതൊന്ന് വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും പേജ് ഓപ്പൺ ആയിട്ട് വരുന്നത്. അതായത് നിങ്ങളുടെ സിവിൽ സപ്ലൈസിന്റെ ഈ ഒരു മെയിൻ പേജ് ലോഗിൻ പേജ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ നിങ്ങൾ നേരത്തെ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ ഐ ഡിയും പാസ്വേഡും ക്യാപ്ചയും റീ എൻട്രി ചെയ്ത് നിങ്ങൾ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഇവിടെ ഓപ്പൺ ആയിട്ട് വരുന്നത്. അതിൽ ഈ സർവീസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിനു മുമ്പ് നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതായത് നിങ്ങൾ എങ്ങനെയാണ് റേഷൻ കാർഡിൽ ഡാറ്റ മറ്റു കാര്യങ്ങൾ ഫിൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു നിർദ്ദേശമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അത് നിങ്ങൾ വായിച്ചു നോക്കിയതിന് ശേഷം ക്ലോസ് ചെയ്തതിന് ശേഷം അതിനുശേഷം നിങ്ങൾ ന്യൂ റേഷൻ കാർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഇവിടെ ഓപ്പൺ ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും നിങ്ങൾ അപ്ലോഡ് ചെയ്യാനുള്ള ഡോക്യുമെന്റുകളെല്ലാം തന്നെ നിങ്ങൾ സ്കാൻ ചെയ്ത് 200 KB താഴെയുള്ള PDF ഡോക്യുമെന്റുകളായിട്ട് സേവ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ഓൺ ന്യൂ എൻട്രി എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതായത് നിങ്ങൾ പുതിയ റേഷൻ കാർഡാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ഓൺ ന്യൂ എൻട്രി എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റേഷൻ കാർഡിന്റെ ഡീറ്റെയിൽസ് മറ്റു കാര്യങ്ങളും എങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത് അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവർ കൊടുക്കുന്നുണ്ട്. 3 സ്റ്റെപ്പുകളാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫിൽ ഓണേഴ്സ് ഇൻഫർമേഷൻ ആണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫിൽ ഫാമിലി ഡീറ്റെയിൽസ് മറ്റു കാര്യങ്ങളുമാണ്. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് കാർഡ് ഡീറ്റെയിൽസ് ആണ്. അതായത് ഡോക്യുമെന്റ് മറ്റു കാര്യങ്ങൾ മൂന്നാമത്തെ ഓപ്ഷനിലാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾ താഴോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതായത് ഓണേഴ്സ് ഡീറ്റെയിൽ മറ്റു കാര്യങ്ങൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവിടെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് റേഷൻ കാർഡ് ഓണറിന്റെ ഫോട്ടോയാണ് നിങ്ങൾ അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആ ഒരു ഡീറ്റെയിൽ മറ്റു കാര്യങ്ങളും അതിനകത്ത് കൊടുത്തിട്ടുള്ള ഓണേഴ്സിന്റെ ഡീറ്റെയിൽ മറ്റു കാര്യങ്ങൾ പ്രോപ്പറായ രീതിയിൽ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓണേഴ്സ് ഡീറ്റെയിൽ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ പ്രോപ്പറായ രീതിയിൽ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ അവിടെ ചോദിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഗ്യാസ് കണക്ഷൻ മറ്റു കാര്യങ്ങൾ ഉള്ളതാണോ, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ഉള്ളതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പ്രോപ്പറായ രീതിയിൽ തന്നെ നിങ്ങൾ വായിച്ചു നോക്കി എല്ലാ കാര്യങ്ങളും പ്രോപ്പറായ രീതിയിൽ ആൻസർ ചെയ്യുക. ആൻസർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും ഏറ്റവും താഴെ സേവ് ആസ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിരിക്കും വരുന്നത്. അത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഡേറ്റും മറ്റു കാര്യങ്ങളും കാണാനായിട്ട് സാധിക്കും. ജസ്റ്റ് അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്നത് അതായത് സേവ് ഡ്രാഫ്റ്റിന് അപ്പുറത്ത് കാണുന്ന ആ ഒരു നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക.
ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതായത് സ്റ്റെപ്പ് 2 ആണ്. അതായത് ഫിൽ ഫാമിലി മെമ്പേഴ്സിന്റെ ഡീറ്റെയിൽ മറ്റു കാര്യങ്ങളാണ് നിങ്ങളുടെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങളുടെ ഓരോ ഫാമിലി മെമ്പേഴ്സിന്റെ ഡാറ്റ മറ്റു കാര്യങ്ങൾ പ്രോപ്പറായ രീതിയിൽ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ആധാർ നമ്പർ, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും, വയസ്സ്, ജനന തീയതി, അതുപോലെ തന്നെ റിലീജിയൻ, അതുപോലെ ജെൻഡർ, തൊഴിൽ, എല്ലാ കാര്യങ്ങളും പ്രോപ്പറായ രീതിയിൽ തന്നെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും ഏറ്റവും താഴെ സേവ് മെമ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ആ ഒരു മെമ്പറിന്റെ പേഴ്സണൽ ഡാറ്റ മറ്റു കാര്യങ്ങൾ നിങ്ങൾ സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം അടുത്തൊരു മെമ്പറിന്റെ, പുതിയൊരു മെമ്പറിന്റെ ഡാറ്റ മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് ആഡ് മെമ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പുതുതായിട്ട് അടുത്ത അംഗത്തിന്റെ ഡാറ്റ മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ എല്ലാ മെമ്പേഴ്സിന്റെ ഡാറ്റ മറ്റു കാര്യങ്ങൾ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും നിങ്ങൾ മൂന്നാമത്തെ സ്റ്റെപ്പിലോട്ടാണ് എത്തിയിട്ടുള്ളത്. അവിടെയും കുറച്ച് ഡാറ്റ മറ്റു കാര്യങ്ങൾ അവർ ചോദിക്കുന്നുണ്ട്. അവിടെ എല്ലാം നിങ്ങൾ പ്രോപ്പറായ രീതിയിൽ വായിച്ച് നോക്കിയതിന് ശേഷം എല്ലാ കാര്യങ്ങളും നിങ്ങൾ പ്രോപ്പറായ രീതിയിൽ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ താഴെ കാണുന്ന ഒരു ടിക്ക് ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് വരിക. താഴോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നിങ്ങളുടെ എല്ലാ ഡോക്യുമെന്റുകളും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ചൂസ് സർട്ടിഫിക്കറ്റ് ടൈപ്പ് എന്ന് പറയുന്നത് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾ ഓരോന്നോരോന്നായി നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് മറ്റു കാര്യങ്ങൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ആധാർ കാർഡ് മറ്റു കാര്യങ്ങളും നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഓരോ മെമ്പേഴ്സിന്റെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ചൂസ് മെമ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അതാത് മെമ്പേഴ്സിന്റെ ആധാർ കാർഡ് വേണം നിങ്ങൾ മറ്റു കാര്യങ്ങൾ വേണം നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്ലോഡ് ചെയ്തതിനു ശേഷം അറ്റാച്ച് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും സേവ് ആകുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് നിങ്ങളുടെ റേഷൻ കാർഡിന്റെ പ്രിവ്യൂ മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ പ്രിവ്യൂവിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ റേഷൻ കാർഡിനകത്ത് നിങ്ങൾ വരേണ്ട ഡീറ്റെയിൽ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിനകത്ത് എങ്ങനെയാണ് നിങ്ങളുടെ വിവരങ്ങളെല്ലാം ഓക്കെ ആണ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെക്ക് ചെയ്താൽ ഡബിൾ ചെക്ക് ചെയ്ത് എല്ലാം ഓക്കെ ആണെന്നുള്ള കാര്യം നിങ്ങൾ ഓക്കെ വരുത്തിയതിന് ശേഷം നിങ്ങളത് പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക. അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടെ അവർ വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് ചോദിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഓക്കെ ആണ്, എല്ലാ ഡീറ്റെയിലും മറ്റു കാര്യങ്ങളും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ യെസ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. യെസ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷന്റെ നമ്പറും അതുപോലെ ഡേറ്റും മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ജസ്റ്റ് നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾ നേരത്തെ പ്രിവ്യൂ കണ്ട നിങ്ങളുടെ ആ ഒരു പേജ്, അതായത് നിങ്ങൾ ഒരു പ്രിന്റ് ഔട്ട് നിങ്ങൾ എടുത്തല്ലോ, അത് നിങ്ങൾ ആ ഒരു ഓണറിനെ വിട്ട് നിങ്ങൾ സിഗ്നേച്ചർ ഇട്ടതിന് ശേഷം നിങ്ങൾ റീ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾ സ്കാൻ ചെയ്തതിന് ശേഷം അതിനകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ചൂസ് സർട്ടിഫിക്കറ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. അവിടെ നിങ്ങളുടെ സൈൻഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സെലക്ട് ചെയ്തതിന് ശേഷം ആ ഒരു പ്രിവ്യൂ ചെയ്ത നിങ്ങൾ സൈൻ ചെയ്ത ആ ഒരു ഡോക്യുമെന്റ് നിങ്ങൾ റീ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു ഡോക്യുമെന്റ് നിങ്ങൾ റീ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്ലോഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഫൈനൽ സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരും. അതിനകത്ത് യെസ് എന്ന് പറയും ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ നിങ്ങൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പ്രിന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ നേരത്തെ കൊടുത്ത നിങ്ങളുടെ ഡാറ്റ മറ്റ് കാര്യങ്ങളുള്ള ഒരു പേജ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് പ്രിന്റ് ഔട്ട് എടുക്കുക. പ്രിന്റ് ഔട്ട് എടുത്ത് സേവ് ചെയ്തതിന് ശേഷം ഇത് സിഗ്നേച്ചർ ഇട്ടതിന് ശേഷം നിങ്ങൾ അടുത്തുള്ള സപ്ലൈകോ ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് റേഷൻ കാർഡ് ഇഷ്യൂ ആയി കിട്ടത്തുള്ളൂ.